السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. സമാദരണീയരായ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമദാൻ ഷരീഫിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നാം നിലകൊള്ളുന്നത്. അൽഹംദുലില്ലാഹ്, ഈ വർഷത്തെ റമദാനിൽ ബാംഗ്ലൂർ നിവാസികളെ സംബന്ധിച്ചിടത്തോളം 30 നോമ്പ് നോൽക്കാൻ അല്ലാഹു തആല നമ്മൾക്ക് തൗഫീഖ് നൽകി. അല്ലാഹു തആല നാം ഈ മാസത്തിൽ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും ന്യൂനതകളില്ലാതെ അല്ലാഹു സ്വീകരിക്കട്ടെ. നരകമോചനം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ 10-29 ദിവസങ്ങൾ നമുക്കറിയാം, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹീത സന്ദർഭങ്ങളാണ്. ഇനി പരിശുദ്ധ റമദാനിൽ നിന്ന് നമുക്ക് മുന്നിൽ ബാക്കിയുള്ളത് കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമാണ്. ഇന്ന് സൂര്യാസ്തമയത്തോടുകൂടെ നമ്മളോടെല്ലാം സലാം പറഞ്ഞ് റമദാൻ യാത്രയാവും. അടുത്ത കൊല്ലം ഇതേപോലെ റമദാൻ സമാഗതമാകുമ്പോൾ ആ റമദാനിനെ സ്വീകരിക്കാൻ നമ്മളിൽ എത്ര പേരുണ്ടാകുമെന്നറിയില്ല. എത്ര പേർക്ക് ആ റമദാനിനെ സ്വീകരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകുമെന്നും നമുക്കാർക്കും അറിയില്ല. ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും തൗഫീഖും അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിലെ അവസാന റമദാനായി ഈ റമദാൻ ഒരിക്കലും ആവാതിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ നമ്മളിൽ ബാക്കിയാവേണ്ട കുറേ നന്മകളുണ്ട്. റമദാനിൻ്റെ മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നോ ആ ഒരവസ്ഥയിലേക്കുള്ള തിരിഞ്ഞു നടത്തമാവരുത് റമദാൻ കഴിയലോടുകൂടെ സംഭവിക്കേണ്ടത്. മറിച്ച് റമദാനിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത നന്മകൾ മരണം വരെ നിലനിർത്താനുള്ള പ്രയത്നമാവണം നമ്മളിൽ ഉണ്ടാവേണ്ടത്. ചിലരെങ്കിലും പറയും, നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ പറയും, ചില വിഷയങ്ങളെക്കുറിച്ചും അതേപോലെ ചില പ്രവർത്തികളിലൊക്കെ ഏർപ്പെടുമ്പോൾ റമദാനിൽ നമ്മൾ പറയും, റമദാൻ കഴിയട്ടെ, റമദാനിൽ അത് വേണ്ട, അല്ലെങ്കിൽ റമദാനിൽ നമുക്കത് മാറ്റിവെക്കാം എന്നൊക്കെ പറയും. റമദാൻ കഴിഞ്ഞിട്ടാവാം എന്ന് പറയുന്നതിൽ റമദാനിനോടുള്ള ബഹുമാനമാണെങ്കിൽ അത് നല്ലതാണ്. അതേ സമയത്ത് റമദാൻ കഴിഞ്ഞിട്ട് നമുക്ക് എന്തും പറയാം, പഴയ ഞാൻ തന്നെയാണ് പിന്നെയും ഞാൻ എന്ന് കരുതിയിട്ടാണ് പറയുന്നതെങ്കിൽ അത് സത്യത്തിൽ റമദാനിനെ ഇകഴ്ത്തിക്കെട്ടലാണ്. അങ്ങനെ ആവാൻ പാടില്ല. റമദാനിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരുപാട് നന്മകൾ അത് നിലനിൽക്കണം. ഉദാഹരണമായി കുറേ ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പടച്ചറപ്പുമായിട്ടുള്ള ബന്ധങ്ങൾ. അള്ളാഹുവും നമ്മളും പരിശുദ്ധ റമദാനിൽ കുറേയേറെ അടുത്തിരിക്കുന്നു. ധാരാളം സൽക്കർമ്മങ്ങളിലൂടെ, നിസ്കാരങ്ങളിലൂടെ, നോമ്പ് നോറ്റ്, ഖുർആനോദി, ദാനധർമ്മങ്ങൾ ചെയ്ത് അങ്ങനെയൊക്കെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്തപ്പോൾ അള്ളാഹു നമ്മളോടും ഇങ്ങോട്ട് വല്ലാതെ അടുത്തിട്ടുണ്ടാവും. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു ഖുദ്സിയായ ഹദീസിലൂടെ, വമൻ തഖറബ മിന്നി ശിബ്റ, ആരെങ്കിലും ഒരു ചാൺ എന്നിലേക്ക് അടുത്താൽ തഖറബ്തു മിൻഹു ദിറാഅ, ഞാൻ അവനിലേക്ക് ഒരു വാര അടുക്കും. ഒരു വാര എന്നിലേക്ക് ഒരുത്തൻ അടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മുഴമെടുക്കും. വമൻ ആതാനി യംഷി,
ആരെങ്കിലും എന്നിലേക്ക് നടന്നു വരുന്ന പക്ഷം അത്തൈതുഹു ഹർവല, ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലുമെന്ന് പടച്ച തമ്പുരാൻ. അഥവാ നമ്മൾ ഒരിത്തിരി അടുക്കുമ്പോഴേക്ക് നമ്മളോട് വല്ലാതെ അടുക്കുന്ന തമ്പുരാൻ അവനാണ് അള്ളാഹു. ആ അള്ളാഹുവിലേക്ക് നമ്മൾ കുറേയേറെ അടുത്തിട്ടുണ്ട്. ആ ഒരടുപ്പം ഒരൊറ്റ പെരുന്നാൾ കൊണ്ട് നഷ്ടമാവുന്ന രീതിയിലേക്ക് നമ്മൾക്കാകാൻ പാടില്ല എന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സദസ്സിനെ ഉദ്ബോധിപ്പിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ കരളിൻ്റെ കരളായ, സ്വന്തം ജീവനേക്കാൾ നമ്മൾ മഹബത്ത് വെക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മൾ ഈ പരിശുദ്ധ റമദാനിൽ കുറേയേറെ അടുത്തിട്ടുണ്ട്. ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയിട്ടുണ്ട്. അവിടെ നിന്ന് കാണിച്ചു തന്ന സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. വലിയ ക്ഷീണമുണ്ടായിട്ടും അത്താഴ സമയത്ത് എൻ്റെ ഹബീബിൻ്റെ സുന്നത്താണല്ലോ എന്ന് കരുതി നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചപ്പോൾ കിടക്കണമെന്ന് തോന്നിയപ്പോൾ പള്ളിയിലേക്ക് പോകാതെ എങ്ങനെ കിടക്കുമെന്ന് തോന്നി നമ്മൾ പള്ളി കൊള്ള വന്നിട്ടുണ്ട്. ക്ഷീണിതരായിട്ടും നമ്മൾ ഇവിടെ ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അവിടുത്തേക്ക് വലിയ ഇഷ്ടം നമ്മളിലേക്ക് ഉണ്ടാക്കുന്ന കാരണങ്ങളാണ്. എന്നാൽ ഇന്നത്തെ ദിവസം വിട പറഞ്ഞ് ശവ്വാലിലേക്ക്, പുതിയ ഒരു കാലത്തേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ ഈ മാസം ഉണ്ടാക്കിയെടുത്ത അള്ളാഹുവിൻ്റെ തിരുദൂതരോടുള്ള അടുപ്പവും മഹബത്തും കളഞ്ഞു കുളിക്കുന്നവരായി നമ്മൾ മാറരുത്. പലപ്പോഴും നമ്മുടെ പെരുന്നാളുകൾ പോലും അള്ളാഹുവിനും അവൻ്റെ ഹബീബിനും ഇഷ്ടമില്ലാത്ത രീതിയിലേക്ക് മാറിപ്പോവാറുണ്ട്. അവിടെ നിന്ന് പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന. എത്ര വലിയ പ്രതീക്ഷയുള്ള ഒരു വാക്കാണ് ആ വാക്ക്. എൻ്റെ സമുദായം മുഴുവനും സ്വർഗത്തിലാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഇല്ല മൻ അബാ. സ്വർഗം ഒരുത്തൻ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? സ്വർഗം വേണ്ടെന്ന് വെച്ചവൻ ഒഴികെ എൻ്റെ ഉമ്മത്തികൾ മുഴുവനും സ്വർഗത്തിലാണ്. ഖീല, സഹാബത്ത് ചോദിച്ചു, വമൻ യഅബാ യാ റസൂലല്ലാഹ്. ആരാണ് നബിയെ സ്വർഗം വേണ്ടെന്ന് വെക്കുന്നവൻ? അങ്ങനെ ആരെങ്കിലും വേണ്ടെന്ന് വെക്കുമോ? ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്. ഖാൽ, അവിടെ നിന്ന് പറഞ്ഞു, മൻ അത്വഅനി ദഖലൽ ജന്ന. എന്നെ അനുസരിച്ചവനാരോ അവൻ സ്വർഗക്കാരനാണ്. വമൻ അസാനി ഫഖദ് അബാ. ആരാണോ എന്നോട് തെറ്റ് ചെയ്തത്, ഞാൻ പറഞ്ഞതിനോട് ആരാണോ മുഖം തിരിച്ചത്, അവൻ സ്വർഗം വേണ്ടെന്ന് വെച്ചവനാണ്. ആ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. കഴിയുന്നത്ര സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം. അള്ളാഹുവിൻ്റെ ഹബീബിനോടുള്ള ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതേപോലെ പരിശുദ്ധ റമളാൻ നമ്മളിലേക്ക് വന്നത് മുതൽ നമ്മളും പള്ളിയുമായിട്ടുള്ള ഹൃദയബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോ സമയങ്ങളിലും ഇടക്കിടക്ക് വാച്ച് നോക്കി നമ്മൾ, അസറിൻ്റെ സമയമായോ, കുറച്ച് കഴിയുമ്പോൾ മഗ്രിബായോ, തറാവിഹ് തുടങ്ങിപ്പോയിട്ടുണ്ടാവുമോ, സുബഹിയുടെ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ടാകുമോ എന്നൊക്കെ ആലോചിച്ച നമ്മളും പള്ളിയും തമ്മിൽ ഒരു ഹൃദയബന്ധം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ റമളാൻ കഴിഞ്ഞാൽ അതേ പള്ളിയിൽ വീണ്ടും ളുഹറിന്റെ ബാങ്കും ഇഖാമത്തും ഉണ്ടാവും, അസറിന്റെ ജമാഅത്ത് ഇവിടെ ഉണ്ടാവും, സുബഹി ഇവിടെ ഉണ്ടാവും. പക്ഷെ നമ്മളുടെ ആ ഒരു കണക്ഷൻ നമ്മൾ ഡിസ്കണക്ട് ചെയ്യുന്നവരായി മാറലാണ് പലപ്പോഴും കാണാറുള്ളത്. ഇത് അള്ളാഹുവിൻ്റെ പള്ളിയും നമ്മളും ഉണ്ടാക്കിയ ബന്ധത്തെ വേദനിപ്പിക്കുന്ന സംഭവമാണ്. നാളെ അർശിന്റെ തണൽ കൊടുക്കുന്ന 7 കൂട്ടരെ പറഞ്ഞപ്പോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വറജുലുൻ, ഒരു മനുഷ്യന് നാളെ തണൽ കിട്ടുക തന്നെ ചെയ്യും. ആ മനുഷ്യന്റെ യോഗ്യത ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, അവന്റെ ഹൃദയം പള്ളിയുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. പള്ളിയും മസ്ജിദും നമ്മളും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവണം. ആ കണക്ഷൻ എന്ന് വിട്ടുപോകുന്നുവോ അത് വലിയ അപകടമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. റമളാൻ കഴിഞ്ഞാലും യശന്തപുരം പള്ളിയും ലോകത്തുള്ള സർവ്വ പള്ളികളും ഇതേപോലെ നിലനിൽക്കുമെന്നും അവിടെ 5 നേരം നിസ്കാരമുണ്ടെന്നും അവിടെ ഈത്തിക്കാഫുണ്ടെന്നും അവിടുത്തെ അലമാരയിൽ ഖുർആൻ അടുക്കി വെച്ചിട്ടുണ്ടെന്നും നമ്മൾ മറക്കാതിരിക്കുക. പരിശുദ്ധ റമളാന്റെ നന്മ നിലനിർത്താൻ ശ്രമിക്കണം. അതേപോലെ നമ്മളും പരിശുദ്ധ ഖുർആനുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയിട്ടുണ്ട്. ഖുർആനാണ് നമ്മളുടെ ആധികാരിക രേഖ, ഖുർആനാണ് നമ്മളുടെ മാനിഫെസ്റ്റോ. ആ ഖുർആനാണ് ലോകത്തിന്റെ മുന്നിൽ മുസ്ലിമീങ്ങളെ വേറിട്ട് നിർത്തുന്നത്. ഇസ്ലാമിന്റെ ശത്രുക്കളെ വിരളി പിടിപ്പിക്കുന്നതും പരിശുദ്ധ ഖുർആനിക വചനങ്ങളാണ്. ആ ഖുർആനും നമ്മളും തമ്മിൽ വലിയ ഒരു ബന്ധം പരിശുദ്ധ റമളാനിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നാൽ ആ ഖുർആൻ ഇന്നത്തോടുകൂടെ മടക്കി വെച്ച്
അടുത്ത റമളാനാവട്ടെ എന്ന് കാത്തു നിൽക്കേണ്ട ഗ്രന്ഥമല്ലെന്ന് നമ്മൾ ഈ മാസത്തിലൂടെ തിരിച്ചറിയണം. ആ ഒരു ബോധം വരും ദിവസങ്ങളിൽ നമ്മൾക്കുണ്ടാവണം എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. അതേപോലെ അവസാനമായിട്ട് മുഅ്മിനീങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം. ഓരോ റമളാനിൻ്റെ ഓരോ വഖത്തിലും നമ്മൾ സഫായി ഇങ്ങനെ നിൽക്കുമ്പോൾ, നമ്മളുടെ ചുമലിനോട് മുട്ടുമ്പോൾ നമ്മൾ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്: നമ്മൾ ഒന്നാണ്, നമ്മൾ ഒറ്റക്കെട്ടാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. സംഘടനകൾ വേറെയായിരിക്കാം, പിടിക്കുന്ന കൊടി വേറെയായിരിക്കാം, പക്ഷെ അള്ളാഹുവിൻ്റെ പള്ളിയിൽ വരുമ്പോഴെങ്കിലും നമ്മൾ ഒന്നാകുന്നുണ്ടല്ലോ. ഈ ഒരുമ, ഈ ഒരു കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോവാൻ പാടില്ല. മുഅ്മിനീങ്ങൾക്കിടയിലുള്ള ബന്ധം മറ്റേത് ബന്ധത്തെക്കാളും വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിന് മഹാന്മാർ കൊടുക്കുന്ന ഒരു പ്രാധാന്യമുണ്ട്. ഞാൻ ഒരൊറ്റ സംഭവം ഒറ്റ വാക്കിൽ പറയാം. യർമൂക്ക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭം, 3 ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ യർമൂക്കിൽ പടപൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണ് പടപൊരുതുന്നത്? ഒന്ന് മഹാനായ ഹാരിസ് ഇബ്നു ഹിഷാം റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഇക്രിമത്ത് ഇബ്നു അബൂ ജഹൽ റളിയല്ലാഹു അൻഹു. ആരാണ് ഇക്രിമ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ഹബീബിനെ ഏറ്റവും വേദനിപ്പിച്ച നീചനും നികൃഷ്ടനുമായ അബൂജഹലിന്റെ മോനാണ്. അബൂജഹലിന്റെ മോനാണ് അവിടുത്തെ കൈപിടിച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് മുസ്ലിമാകുന്നത്. ആ ഇക്രിമയുണ്ട് യർമൂക്കിൽ. 3 ഇയാശ് ഇബ്നു അബൂ റബീഅ, ഇയാശ് ഇബ്നു അബീ റബീഅയുണ്ട് യർമൂക്കിൽ. ഈ 3 മഹാന്മാരും യർമൂക്കിൽ പടപൊരുതിക്കൊണ്ടിരിക്കുന്നു. അവസാനം 3 പേർക്കും കുത്തേറ്റു, മാരകമായ പരിക്കേറ്റു. 3 പേരും യർമൂക്കിന്റെ രണാങ്കണത്തിൽ മരണത്തോട് മല്ലടിക്കുമ്പോ മഹാനായ ഹാരിസ് ഇബ്നു ഹിഷാം തങ്ങൾ വദഅൽ ഹാരിസ് ബിശറാബ്, വെള്ളത്തിന് വേണ്ടി ആവശ്യപ്പെട്ടു. ദാഹിക്കുന്നു, കുറച്ച് വെള്ളം വേണമെന്ന് ആവശ്യപ്പെട്ടു. മരണത്തോട് മല്ലടിക്കുമ്പോ വെള്ളത്തിനാവശ്യപ്പെട്ട മഹാനായ ഹാരിസ് ഇബ്നു ഹിഷാമിന് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തപ്പോ ഫനദറ ഇലൈഹി ഇക്രിമ, ആ ഹാരിസ് വെള്ളം കുടിക്കുന്നത് നോക്കി മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു. ഇക്രിമ നോക്കുന്നത് കണ്ടപ്പോ മഹാനായ ഹാരിസ് ഇബ്നു ഹിഷാം പറഞ്ഞു, ഇദ്ഫഉഹു ഇലാ ഇക്രിമ, ഇക്രിമക്ക് കൊടുക്കൂ, എന്നേക്കാൾ ഇക്രിമക്ക് ദാഹിക്കുന്നുണ്ടാവും. ഒരു മനുഷ്യന്റെ മരണസമയമാണ്. മഹാനായ ഇക്രിമ ആ വെള്ളം കുടിക്കാൻ വേണ്ടി ആർത്തിയോടെ വായ തുറക്കുമ്പോ തൻ്റെ കളിക്കൂട്ടുകാരനായ, തൻ്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരനായ മഹാനായ ഇയാശ് ഇബ്നു അബീ റബീഅ തൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഇയാശും മരണത്തോട് മല്ലടിക്കുന്നുണ്ട്. ഇക്രിമ വിചാരിക്കുന്നു, എന്നേക്കാൾ ദാഹിക്കുന്നത് എൻ്റെ ഇക്രിമക്കാണെങ്കിലോ എനിക്ക് ഈ വെള്ളം വേണ്ടെന്ന് മഹാനവർകൾക്ക് തോന്നി. മഹാൻ പറഞ്ഞു, ഇദ്ഫഉ ഇലാ ഇയാശ്, നിങ്ങൾ ഇയാശിന് കൊടുക്കൂ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. മഹാന്മാരായ സഹാബത്ത് പറയുന്നു, ഫമാ വസല ഇലാ അഹദിൻ മിൻഹും, ആർക്കും ആ വെള്ളം കൊടുക്കാൻ കഴിഞ്ഞില്ല. ആ വെള്ളവുമായി ഓരോരുത്തരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ഹത്താ മാതു ജമീഅ, അവരോരോരുത്തരും മരിച്ചു പോയതാണ് ചരിത്രത്തിൽ കാണുന്നത്. എന്നേക്കാൾ എൻ്റെ കൂട്ടുകാരൻ, അതാണ് ഈമാനികമായ ബന്ധമെന്ന് പറയുന്നത്. നമ്മൾ തമ്മിലടിക്കേണ്ടവരല്ല, നമ്മൾ പരസ്പരം കലഹിക്കേണ്ടവരല്ല, നമ്മൾ പിണങ്ങി നടക്കേണ്ടവരല്ല. ഈമാനികമായ ഒരു കയറുകൊണ്ട് അള്ളാഹു നമ്മളെ കെട്ടിയിട്ടുണ്ട്. ആ ബന്ധത്തെക്കാൾ വലുതല്ല മറ്റൊന്നും എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ മറ്റു കാര്യങ്ങൾ, നമ്മുടെ കച്ചവടം, ഇതൊന്നും ഈമാനിനേക്കാൾ വലിയ ബന്ധമല്ല. ആ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ നമ്മൾ സന്നദ്ധരാവണം എന്നുകൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. പിന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ ദിവസമാണ് ഇന്ന്. ആ ദിവസം ഈദുൽ ഫിത്തർ ഇൻഷാ അല്ലാഹ് നാളെയാണ്. ഫിത്തർ സക്കാത്ത് നിർബന്ധമാകുന്ന സമയമാണ്. നാട്ടിൽ ഇന്ന് പെരുന്നാളായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒറ്റ വാക്കിൽ ഫിത്തർ സക്കാത്തിനെ കുറിച്ച് പറയാം. തനിക്കും താൻ ആർക്കൊക്കെയാണോ ചെലവ് കൊടുക്കൽ നിർബന്ധമാകുന്ന, ആ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ പെരുന്നാൾ ദിവസത്തെ ഭക്ഷണം, വസ്ത്രം, അത് കഴിച്ചിട്ട് വല്ലതും മിച്ചമുള്ളവർക്കൊക്കെയും ഫിത്തർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. മറ്റു സക്കാത്തുകൾ റമളാനുമായി നേരിട്ട് ബന്ധമുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കുടുസായ സമയത്ത് ഞാനത് വിശദീകരിക്കുന്നില്ല. ഇപ്പം തനിക്കും താൻ ചെലവ് കൊടുക്കേണ്ടവർക്കും പെരുന്നാൾ ദിവസത്തെ ഭക്ഷണം, അന്ന് ധരിക്കാനുള്ള വസ്ത്രം, അതും കഴിച്ച് മിച്ചമുള്ളവർ ഫിത്തർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്.
അതേപോലെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, നമ്മൾ ചെലവ് കൊടുക്കേണ്ട പരിധി വിട്ട മക്കളുണ്ടാവും. ഉദാഹരണമായിട്ട് ജോലിക്കൊക്കെ പോകുന്ന മക്കളുണ്ടാവും. വീട്ടിലുള്ള സാമ്പത്തികമൊക്കെ കൈകാര്യം ചെയ്യുന്നത് ബാപ്പയായിരിക്കും. അപ്പോൾ ബാപ്പയായിരിക്കും ചിലപ്പോൾ അവൻ്റെ സക്കാത്ത് കൊടുക്കുന്നുണ്ടാവുക. അങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ പോലും ആ മകനാണ് അവൻ്റെ ചെലവിൻ്റെ ഉത്തരവാദിത്വം എന്നതാകയാൽ ആ ബാപ്പ അവനോട് വിഷയം പറയുകയും അവൻ്റെ സമ്മതം ആവശ്യപ്പെടുകയും ആ സമ്മതത്തോടുകൂടെയാണ് ബാപ്പ അത് കൈകാര്യം ചെയ്യേണ്ടത്. കാരണം അത് നിയ്യത്ത് വേണ്ട ഒരു ഇബാദത്താണ്. ആ പ്രായപൂർത്തിയും പക്വതയുള്ള മകൻ അറിയണം, എൻ്റെ സക്കാത്ത് ബാപ്പ കൊടുത്തിട്ടുണ്ട്, അതിന് ബാപ്പാക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് എന്ന് ആ ബാപ്പ അറിയണം. അതേപോലെ നമ്മളിവിടെയാണുള്ളത്, നമ്മുടെ കുടുംബം നാട്ടിലാണുള്ളത്. അവരടുത്ത കടയിൽ നിന്ന് കുറച്ച് അരി വാങ്ങിയും കൊടുക്കുക, അതല്ല ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. മറിച്ച് അവരുടെ സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട ആള് താങ്കളാണെങ്കിൽ താങ്കൾ ഭാര്യയെ വിളിച്ചു പറയണം, നിങ്ങളുടെയൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു, അതിനുള്ള വഴി ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം ഒരു നിയ്യത്ത് വേണ്ട ഒരു ഫർലായ ഇബാദത്താണ് ഫിത്ർ സക്കാത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ നമ്മൾ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, അവൾ നിയ്യത്ത് ചെയ്യേണ്ടതുണ്ടോ? അവൾ കൊടുക്കുമ്പോൾ നിയ്യത്ത് ചെയ്യൽ സുന്നത്ത് മാത്രമേ ഉള്ളൂ. അതേ സമയത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട ആള് അതിൻ്റെ കാര്യഗൗരവത്തോടുകൂടെ അത് മനസ്സിലാക്കണം. വളരെ ഗൗരവമുള്ള ഒരു സക്കാത്താണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത്, ഒരാളുടെ കയ്യിൽ അയാളുടെ പെരുന്നാളിൻ്റെ ചെലവും മറ്റു വസ്ത്രവും കഴിച്ചിട്ട് കുറച്ച് പൈസയെ ബാക്കിയുള്ളൂ, എന്നാൽ പോലും വീട്ടിൽ കുറെ ആളുകളുണ്ട്, കുറച്ച് സാഴ് ഭക്ഷണം വാങ്ങാനാണ് അയാൾക്ക് കഴിയൂ, എന്നാലും അയാൾ അതുകൊണ്ട് സക്കാത്ത് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ ഖദ്ദമ നഫ്സഹു, ആദ്യം തൻ്റെ നഫ്സിന്റെ സക്കാത്ത് കൊടുക്കണം. സുമ്മ സൗജതഹു, പിന്നെ ഭാര്യയുടേത് കൊടുക്കണം. സുമ്മ വലദഹു സഗീർ, പിന്നെ ഏറ്റവും ചെറിയ കുഞ്ഞിൻ്റെത് കൊടുക്കണം. സുമ്മൽ അബ് സുമ്മൽ കബീർ, പിന്നെ വാപ്പാൻ്റെത്, പിന്നെ മുതിർന്ന മക്കളുടേത്, അങ്ങനെ കൊടുക്കണം. അഥവാ അത്രയും ഗൗരവമാണ് ഫിത്ർ സക്കാത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാന്മാർ പറയും, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, സൗമു ശഹ്രി റമളാന മുഅല്ലഖും ബൈന സമാഇ വൽ അർള്, പരിശുദ്ധമായ റമളാനിലെ നോമ്പ് ആകാശഭൂമികൾക്കിടയിൽ ബന്ധിക്കപ്പെട്ടിരിക്കും. ഫലാ യുർഫഉ ഇല്ലാ ബിസകാത്തിൽ ഫിത്ർ, ഫിത്ർ സക്കാത്ത് കൊടുത്താലല്ലാതെ ആ നോമ്പ് അള്ളാഹുവിങ്കലേക്ക് ഉയർന്നു പോകൂല എന്നാണ്. അതുകൊണ്ട് ആരും അതിൽ അമാന്തം കാണിക്കരുത്. ഇനി എന്താണ് നൽകേണ്ടത്? നാട്ടിലെ മുഖ്യ ആഹാരത്തിൽ നിന്ന് ഒരു സ്വാ ഭക്ഷണമാണ് കൊടുക്കേണ്ടത്. നാട്ടിലെ പ്രധാന ഭക്ഷണ സാധനം ഒരു സ്വാ എന്നാൽ 4 മുദ്ദ്. മുദ്ദ് സ്വാ ഇസ്ലാമിലെ സക്കാത്തിന്റെ കണക്ക് കിലോ കണക്കല്ല. പലരും വന്ന് ചോദിക്കും എത്ര കിലോ ആണെന്ന് ചോദിക്കും. കൃത്യമായി ഒരു കിലോ പറയാൻ നമുക്ക് സാധിക്കില്ല. അരി മാറുന്നതിനനുസരിച്ച് തൂക്കവും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ഒരു സ്വാ ആണ് ഒരാൾക്ക് കൊടുക്കേണ്ടത്. ഒരു സ്വാ എന്നാൽ 4 മുദ്ദ് എന്നാണ്. പല അരികളും തൂക്കി നോക്കുമ്പോൾ 2400 മുതൽ 2800 വരെയൊക്കെ വേരിയേഷൻ വരുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തൂക്കിയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പറ്റുന്ന തൂക്കം തിരഞ്ഞെടുത്തുകൊണ്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. ചിലർ പറയാറുണ്ട്, അരി കൊടുക്കുന്നതിനേക്കാൾ ഉപകാരം ആ പൈസ അങ്ങ് കൊടുത്താൽ പോരെ എന്ന് ചോദിക്കാറുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഫലാ തുജ്സിഉൽ ഖീമത്തു ഇത്തിഫാഖൻ, ഫിത്ർ സക്കാത്തിന്റെ വില കൊടുക്കാൻ ഒരിക്കലും പറ്റില്ല. ഇത്തിഫാഖാണത്. പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞ അഭിപ്രായമാണത്. ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം അനുസരിച്ചുകൊണ്ട് നമ്മൾ ആ ധാന്യം തന്നെയാണ് കൊടുക്കേണ്ടത്. ഇനി എവിടെയാണ് കൊടുക്കേണ്ടത്? സക്കാത്തിന് ബാധ്യസ്ഥനായ വ്യക്തി താമസിക്കുന്ന സ്ഥലത്താണ് കൊടുക്കേണ്ടത്. നിങ്ങൾ ബാംഗ്ലൂരിലാണുള്ളതെങ്കിൽ ബാംഗ്ലൂരിലാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ നാട്ടിലാണുള്ളതെങ്കിൽ നാട്ടിലാണ് കൊടുക്കേണ്ടത്. അവകാശികളില്ലെങ്കിൽ മാത്രമേ സക്കാത്ത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. അത് ഈ നാടിൻ്റെ അവകാശമാണ്. നമുക്ക് തെരഞ്ഞു പിടിക്കാൻ മടിയുണ്ടെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ വിളിക്കുമ്പോൾ എൻ്റെയും കൂടെ അവിടുന്ന് കൊടുത്തേക്ക് എന്ന് പറയുന്ന ഒരലസത അതിലുണ്ടാവരുത്. അത് ഈ നാട്ടിലുള്ള ഫക്കീർ മിസ്കീന്മാരുടെ അവകാശമാണ്. ആ അവകാശം തട്ടിയെടുക്കാൻ നമുക്ക് അർഹതയില്ല. മഹാന്മാർ പറയുന്നു, വലൗ അദിമൽ അസ്നാഫ, നിങ്ങൾക്ക് സക്കാത്തിന്റെ അവകാശികളില്ലെന്ന് ബോധ്യമായാൽ, ഔ ഫദില അൻഹും ഷൈഉൻ,
അല്ലെങ്കിൽ ഇവിടെയുള്ള അവകാശികൾക്കൊക്കെ കൊടുത്തിട്ട് കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ വജബന്നഖലുലഹ, അവർക്കത് നീക്കം ചെയ്യാൻ പറ്റും, നിർബന്ധമാണ്. അല്ലാത്ത കാലത്തോളം അവിടെയുള്ള അവകാശികൾക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. ഇനി ഫിത്ർ സക്കാത്തിന്റെ വിധികൾ 5 സമയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ, ഒന്ന് ജായിസായ സമയം, അഥവാ കൊടുക്കാൻ പറ്റും. എപ്പം മുതൽ കൊടുക്കാം? റമളാൻ 1 മുതൽ ഫിത്ർ സക്കാത്ത് കൊടുക്കാം, അതാണ് അനുവദനീയമായ സമയം. ഇനി ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്ന സമയം റമളാനിന്റെ അവസാനത്തെ പകൽ അസ്തമിച്ചത് മുതൽ, ഇന്ന് സൂര്യൻ അസ്തമിച്ചത് മുതൽ ഫിത്ർ സക്കാത്ത് നിർബന്ധമായ സമയമാണ്. 3, ഏറ്റവും ശ്രേഷ്ഠമായ സമയം, ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട ഏറ്റവും അഫ്ളലായ സമയം പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിൻ്റെ മുമ്പായിട്ടുള്ള സമയം, മാസം കണ്ടത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പുള്ള സമയം. ഇനി 4, കറാഹത്തായ സമയം, പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം വൈകുന്നേരം വരെ പിന്തിച്ചു വെക്കൽ, അത് കറാഹത്താണ്. അത്യാവശ്യപ്പെട്ട ആർക്കെങ്കിലും വേണ്ടി മാറ്റിവെക്കുന്നത് കുഴപ്പമില്ല, എന്നാൽ കാരണങ്ങളൊന്നുമില്ലാതെ പെരുന്നാൾ നിസ്കാരത്തിന്റെ ശേഷത്തേക്ക് പിന്തിക്കൽ കറാഹത്താണ്. ഹറാമായ സമയം 5, പെരുന്നാൾ കഴിഞ്ഞിട്ടും വിതരണം ചെയ്യാതെ അവിടെയും ഇവിടെയും കെട്ടിവെക്കൽ ഹറാമാണ്, അങ്ങനെ ചെയ്യരുത്. ഇതാണ് സക്കാത്തിന്റെ 5 സമയങ്ങൾ. ഇൻഷാ അല്ലാഹ്